പശ്ചിമ ബംഗാളിൽ അനധികൃതമായി കയ്യേറിയ സർക്കാർ സ്ഥലങ്ങൾക്കെതിരെ ബുൾഡോസർ നടപടി സ്വീകരിക്കുന്നതിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തി മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ കർശനമായ നടപടികളാണ് അവിടെ സ്വീകരിച്ചു പോരുന്നത്. ഇതിനിടയിലാണ് ഒറ്റയാൾ പ്രതിഷേധവുമായി തന്നെ ഇപ്പോൾ മമത രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം 15 വർഷത്തിന് ശേഷം അധികാരം നഷ്ടമായ മമതയ്ക്ക് ഇപ്പോൾ ശക്തിയെല്ലാം ക്ഷയിച്ച്, അതായത് അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്ന കാളിഘട്ട് തൃണമൂൽ വിഭാഗത്തിന്റെ നിലനിൽപ്പിനായുള്ള ശക്തി പ്രകടനമായി തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഒറ്റയാൾ പോരാട്ടത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും കണക്കാക്കുന്നത്. മാത്രമല്ല, മമത തന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി അവിടെ അനധികൃതമായി ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ പോലും നുഴഞ്ഞു കയറാൻ സഹായിക്കുകയും അവർക്ക് വോട്ടർ പട്ടികയിൽ പോലും അവരെ തിരികെ കയറ്റിക്കൊണ്ട് ബംഗാളിന്റെ വോട്ടർ പട്ടിക സമ്പുഷ്ടീകരിക്കുകയും ചെയ്തതായി തന്നെ വ്യാപകമായി തന്നെ അത് വരികയും, മാത്രമല്ല അവിടെ ബംഗാളിൽ ബംഗ്ലാദേശികളുടെ ഒരു താവളമായി തന്നെ വ്യാപകമായി തന്നെ അവരെ വിളയാടാൻ അനുവദിച്ചിരിക്കുന്നത് മമത തന്നെയാണ് തുടങ്ങിയ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ BJP അധികാരം പിടിച്ചതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിയുകയും പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്നതിൽ മമതയ്ക്ക് കൂടുതൽ പാളിച്ചകൾ സംഭവിക്കുകയും മമതയുടെ ക്രൂരത ഉൾപ്പെടെ തന്നെ അതിനൊരു അറുതി വരികയുമാണ് പിന്നീട് ഉണ്ടായത്. പശ്ചിമ ബംഗാളിൽ ഭരണം മാറിയതിന് പിന്നാലെ തന്നെ സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ, അതായത് അവിടുത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കർശന നടപടിയിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ ഭൂമി മുതൽ അനധികൃതമായി കയ്യേറിയ വിവിധ സർക്കാർ സ്ഥലങ്ങൾ വരെ ഒഴിപ്പിക്കാൻ പോലീസും ഭരണകൂടവും സംസ്ഥാന വ്യാപകമായി വൻ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻകൂട്ടിയുള്ള ആസൂത്രണമാണോ കൃത്യമായ പുനരധിവാസ സൗകര്യങ്ങളോ ഒരുക്കാതെ നിലവിലെ സർക്കാർ നടത്തുന്ന ഈ ബുൾഡോസർ രാജിനെതിരെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വീണ്ടും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്നതാണ് ഇവിടെ നിരീക്ഷകരായി തന്നെ വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ മമതയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങലയും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. അതുപോലെ കഴുത്തിൽ പ്ലക്കാർഡ് തൂക്കിക്കൊണ്ട് തെരുവിലിറങ്ങിയ മുൻ മുഖ്യമന്ത്രി പാവപ്പെട്ട തെരുവ് കച്ചവടക്കാരുടെ ഉപജീവന മാർഗം സംരക്ഷിക്കണമെന്നും ശക്തമായി ആവശ്യപ്പെടുകയാണ്. കുനാൽ ഘോഷ്, അതേപോലെ ധോല സെൻ തുടങ്ങിയ വിശ്വസ്തരായ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് ഈ മാർച്ചിൽ മമതയ്ക്കൊപ്പം അണിനിരന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളുടെ കടകൾ ബദൽ വരുമാന മാർഗമോ പുനരധിവാസമോ നൽകാതെ തന്നെ തകർക്കുന്നത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമാണ് എന്നും പാവപ്പെട്ടവരുടെ അതിജീവനത്തിനുള്ള മാർഗം ബലം പ്രയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കാൻ ഈ സർക്കാരിനെ അനുവദിക്കില്ല എന്നും തൃണമൂലിന്റെ സുവർണ കാലത്ത് മമതാ ബാനർജിയുടെ ഒരു വിളിപ്പുറത്ത് സമരമുഖങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന പല വമ്പൻ നേതാക്കൾ പോലും ഇവിടെ പ്രമുഖരും ആ ഒരു സ്ഥലത്തേക്ക് പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം അവശേഷിക്കുന്ന കാളിഘട്ട് തൃണമൂൽ വിഭാഗത്തിന്റെ നിലനിൽപ്പിനായുള്ള ഒരു ശക്തി പ്രകടനം മാത്രമായി തന്നെയാണ് ഈ സമരത്തെ കണക്കാക്കുന്നത്. അതേസമയം ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ഭയമാണ് മമതയെ ഇത്രയും പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചതെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധർ കരുതുന്നു. അതേപോലെ തന്നെ ജാഹദ്പൂർ, കോളേജ് സ്ട്രീറ്റ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഹോക്കർമാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ ഇടതുപക്ഷ പ്രവർത്തകർ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ട്. ഈ ഒഴിപ്പിക്കൽ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷം തെരുവിൽ വീണ്ടും സജീവമാകുന്നത് തൃണമൂൽ നേതൃത്വം ഭയക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി തന്നെ കൊൽക്കത്തയിലെ ചില സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം തുടങ്ങി തന്നെ പ്രമുഖ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പരിസരങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ അവിടെ കൈക്കൊള്ളുന്ന രീതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.